ശ്യാമ, ഇനി മുതൽ നമ്മൾ കല്യാണം മറ്റ് ചടങ്ങുകളൊക്കെ നടത്തുമ്പം ഈ കാറ്ററിംഗുകാർക്ക് ആദ്യം അങ്ങ് ഭക്ഷണം കൊടുത്തു വിടണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. കൊല്ലത്ത് സംഭവിച്ച പോലെ സംഭവിക്കും. കൊല്ലത്ത് കാറ്ററിംഗുകാർക്ക് ഭക്ഷണം കിട്ടി, പക്ഷേ ഭക്ഷണത്തിൽ സാലഡ് ഇല്ലായിരുന്നു. ഇത് ഈ ഡോക്ടർമാർ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾ സാലഡ് ധാരാളം കഴിക്കണം. പക്ഷെ അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നുമല്ല, ചുരുക്കം ആളുകളാണ് കഴിക്കുന്നത്. പക്ഷേ ഈ കല്യാണത്തിന് ചെന്ന കാറ്ററിംഗുകാർക്ക് മനസ്സിലായത് വളരെ രുചികരമായ ആരോഗ്യകരമായ ഹെൽത്തി ഫുഡെന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ഫുഡാണ്. അത് തികഞ്ഞില്ല. അത് തികയാത്തതിനാണ് ഈ കാറ്ററിംഗുകാർ കൂട്ടത്തല്ലായിരുന്നു, പാത്രമൊക്കെ എടുത്ത് വെച്ച് അടിച്ചു. തലയ്ക്ക് പരിക്കേറ്റ് 4 പേരാണ് ആശുപത്രിയിലായത്. നമ്മുടെ കൊല്ലം ജില്ലയാണ്, നമ്മുടെ സ്വന്തം കൊല്ലത്ത് നടന്ന സംഭവമാണ്. ഞാൻ ഇവരെക്കുറിച്ചൊക്കെ എന്ത് പറയാനാണ്? ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കുന്തിരിക്കം വെച്ച് കാത്തിക്കും. ഇപ്പം തന്നെ അവരെന്നെ പല രീതിയിൽ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. അവരെന്നെ ഇങ്ങനെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് വളരെ കാര്യമായിട്ടാണ്. ചെറിയ കാര്യങ്ങൾ പ്രകോപിതരാകുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ള പഠിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ. ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സെൻസിറ്റീവാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ കയറി ദേഷ്യം വരിക, ആളുകളെ ഉപദ്രവിക്കുക, മുടി പിടിച്ച് വലിക്കുക, കൊഞ്ഞണം കുത്തി കാണിക്കുക, ഇങ്ങനെയുള്ള വികൃതി കുട്ടന്മാരായി അവർ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൊല്ലത്തിന്റെ എല്ലാ ഭാഗത്തും ഇല്ല, ചില പ്രത്യേക ഏരിയകളിലാണ് ചില കോർണർ പിടിച്ചുള്ള പരിപാടി. അതെ അതെ, കൊല്ലം എന്ന് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത് തിങ്കളാഴ്ച. രാജധാനി ഓഡിറ്റോറിയം, തട്ടാമല, പിന്നെ അവിടെയുള്ള രാജധാനി ഓഡിറ്റോറിയം നല്ല ഫേമസ് ആയിട്ടുള്ള ഓഡിറ്റോറിയം. അത്യാവശ്യം സാമ്പത്തികമുള്ളവരൊക്കെയാണ്, സാമ്പത്തികമുള്ളവരാണ് അവിടെ വിവാഹ ചടങ്ങൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ചടങ്ങിൽ ഇന്നലെ ഒരു വിവാഹം അവിടെ നടന്നപ്പോൾ അവിടെ ഈ ബിരിയാണിയാണ് വിളമ്പിയത്. ബിരിയാണിക്കൊപ്പം നൽകുന്ന ഒന്നാണല്ലോ ഈ സാലഡും അച്ചാറുമൊക്കെ നൽകാറുണ്ടല്ലോ. നമ്മളിവിടെ പൈനാപ്പിളും കൂടെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തപ്പോൾ വധൂവരന്മാരുടെ ഈ വിരുന്നിനെത്തിയവരൊക്കെ തന്നെ കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ വിളമ്പുകാരിരിക്കുന്നത്. വിളമ്പുകാരും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയവരും ഇവർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇവരാണ് ഏറ്റുമുട്ടിയത്. ഈ സംഘങ്ങൾ തമ്മിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഇവർക്ക് ഇനിയും കൊടുക്കണം. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ നടന്നത്. അപ്പോൾ ഈ വിളമ്പുകാരിരുന്നപ്പോൾ അവർക്ക് സാലഡ് കൊടുത്തില്ല. മറ്റവർക്ക് വേണ്ടി അവരത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇരുന്ന സാലഡ് പാത്രം എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിൽ സാലഡ് ഇല്ല. ബിരിയാണി വിളമ്പുന്നുണ്ട്, പക്ഷേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളമ്പുകയാണ്. അതായത് കാറ്ററിംഗുകാർ ഒരുമിച്ചിരുന്നു, അവർ വിളമ്പുകയാണ്. അവർ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പാത്രം എടുത്തുകൊണ്ട് വന്നപ്പോൾ പാത്രത്തിലില്ല. അപ്പോൾ പാത്രത്തിൻ്റെ അടപ്പെടുത്ത് പിന്നെ പാചകത്തിൻ്റെ ഏരിയയിലോട്ട് ഒരുത്തനെ എറിഞ്ഞു. അവിടെ നിന്നവൻ ബിരിയാണി ചെമ്പിൻ്റെ മുകളിലിരുന്ന അടപ്പെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു. ഇവരവിടെ ഇരുന്ന മറ്റേ അച്ചാറിൻ്റെ തൊട്ടിയെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ട് പല പല പാത്രങ്ങളായി. അങ്ങനെ ചട്ടി, ചരുവം, പാത്രം, ഗ്ലാസ്, ഇങ്ങനെ പല പല ഭാഗങ്ങൾ പറന്ന് കിടക്കുകയായിരുന്നു. കുറേ നേരം എയറിലായിരുന്നു വസ്തുക്കളൊക്കെ. അത് ആദ്യമായിട്ടായിരിക്കും ഒരു കാറ്ററിംഗുകാർ കല്യാണം അലമ്പാക്കുന്നത്. കാറ്ററിംഗുകാർ കല്യാണം അലമ്പാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിട്ട് ഉപ്പ് വാരിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിട്ട്, വിളമ്പുകാരും പിന്നെ പാചകക്കാരും തമ്മിൽ തർക്കമായിട്ട്, പാചകക്കാർ കഴിക്കാറായപ്പോൾ ഇതിലൊക്കെ ഉപ്പ് വാരിയിട്ടിട്ട് കളഞ്ഞു കാറ്ററിംഗുകാർ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കുറേ നേരം പാത്രങ്ങളൊക്കെ ഏറിൽ നിൽക്കുകയായിരുന്നു. നമ്മൾ ഈ ഹലോ മമ്മി എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനത് കണ്ടിട്ടില്ല. നല്ല സിനിമയാണ്, മനോഹരമായിട്ടുള്ള സിനിമയാണ്. കുറേ നേരം ചിരിക്കാൻ വരുന്നിട്ട്. അതിലെ ഈ മമ്മി മരണപ്പെട്ടു പോയതാണ്. മമ്മി പക്ഷേ പ്രതികരിക്കും. മമ്മിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ മമ്മി വീട്ടിലെ അംഗങ്ങളോട് പ്രതികരിക്കും. മമ്മി പ്രതികരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വ പാത്രങ്ങളും എടുത്ത് എറിയും. പാത്രങ്ങളൊക്കെ എയറിലായിരിക്കും. അമ്മാതിരി ആ ചിത്രത്തിൽ അതേ കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറിയത്. അങ്ങനെ 2 കൂട്ടുകാർക്കും പരിക്കേറ്റു. ഈ പാത്രങ്ങൾ എറിഞ്ഞതിന് പിന്നാലെ ഇവർ തമ്മിലടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞടി. ടേബിളിൻ്റെ മുകളിലൂടെ ഭക്ഷണം വിളമ്പാൻ വെച്ചിരുന്ന ടേബിളിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇവർ ഉരുണ്ട് അപ്പുറം ഇപ്പുറം ഒക്കെ പോയി. ഒരു സിനിമയ്ക്ക് പറ്റിയ കൂട്ടയടി, ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു കൂട്ടയടി. അതിനെ നമുക്ക് ഉപമിക്കാൻ പറ്റുന്ന വേറൊരു സിനിമയുണ്ട്, ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇമാരി ഒരു അടിയുണ്ട്. അടി നടക്കുമ്പോഴും ഭക്ഷണം കഴിച്ചവർ വരെയുണ്ടെന്നാണ് പറയുന്നത്. അത് ശരി.
അടി നടന്നപ്പോഴും ഭക്ഷണം കഴിച്ചവർ വരെ ഈ കൂട്ടത്തിൽ ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ സാറേ ഞാനിതിനകത്ത് ഉൾപ്പെട്ടില്ല, ഞാൻ അന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇത്രയും വലിയ അടി നടന്നപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കര അടി അപ്പുറത്ത് നടക്കുകയാണ്. ഈ ഒരു പുള്ളി മാത്രം കൃത്യമായിരുന്നു ഭക്ഷണം കഴിക്കും. പുള്ളി ഇതൊന്നും ബാധകമല്ല, പുള്ളിക്ക് ഇതൊന്നും ബാധകമല്ല. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആ സിനിമയിൽ സാമ്പാർ തൊട്ടി എടുത്ത് വെച്ച് തലേ കമത്തുന്നതാണ് ഒരു സീൻ. ഇവിടെ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്തായാലും കൂട്ടയടി നടന്നതിനെ തുടർന്ന് ഈ വധുവിൻ്റെയും വരൻ്റെ ആൾക്കാരാണ് സാധാരണ ഈ അംഗത്തിൽ പങ്കെടുക്കാറുള്ളത്. അതെ അതെ, സാധാരണഗതിയിൽ അക്കൂട്ടർ തമ്മിലാണ് അടി നടക്കുന്നത്. അവരാണ് രണ്ട് ചേരിയായിട്ട് വധുവും വരനും സന്തോഷത്തോടെ അപ്പുറത്ത് നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് വസ്ത്രമൊക്കെ മാറിയൊക്കെയാണല്ലോ ഫോട്ടോ ചിത്രങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടി നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ വിളിച്ചിട്ടാണോ എന്ന് പോലും അറിയാതെ വന്നിരിക്കുന്ന വധുവിൻ്റെ ആളാണ് വരൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ടീമുകളാണ് സാധാരണഗതിയിൽ ഇങ്ങനെ കണ്ടുവരുന്നത്. പക്ഷേ ഇത് ഈ രണ്ട് കൂട്ടരും വന്ന് ഇവരെ പിടിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോൾ ചിലർ വിചാരിക്കും കൊല്ലത്ത് മാത്രമാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. കൊല്ലത്ത് മാത്രമാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള അടി. പൊറോട്ടയ്ക്ക് വേണ്ടി അവിടെ ആ സംഘമുക്കിൽ ഉണ്ടായിരുന്ന അമൽകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ തലയടിച്ചു പൊട്ടിച്ചു. അതിൽ ഒന്ന് നിഖിലേഷ്, പിന്നെ 2 മുഹമ്മദ് റാഫി. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് നിഖിലേഷാണ് ആദ്യം വന്ന് വിഷയം ഉണ്ടാക്കി തുടങ്ങിയത്. നിഖിലേഷാണ് തുടക്കം ഇട്ടത്. നിഖിലേഷിനാണ് പൊറോട്ട വേണ്ടുന്നത്. മുഹമ്മദ് റാഫിക്ക് നിഖിലേഷിന് പൊറോട്ട വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം. സപ്പോർട്ടിംഗ് ആക്ടർ. അതെ അതെ, സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് എത്തിയതാണ് മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫിയും നിഖിലേഷും കൂടാണ് കഴിഞ്ഞ ആഴ്ച പൊറോട്ടയ്ക്ക് വേണ്ടിയോടുള്ള അംഗം കുറിച്ചത്. അതിന് മുമ്പ് തന്നെ എത്രയോ സംഭവങ്ങൾ. പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ അടി നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ബേസിക് നീഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് കൊല്ലത്തിൽ നടക്കുന്ന മുഴുവൻ. ആണ്, പക്ഷേ ഇത് ഒരു അടിക്കുള്ള കാരണമല്ലല്ലോ. അതല്ല, അടിക്കുള്ള കാരണമല്ലല്ലോ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം ഇനി വലിയ ചർച്ചയാവും. അതെ അതെ, അത് ശരിയാണ്. ഈ ചെറുക്കൻ പെണ്ണൂടെ നടന്നു പോകുമ്പോൾ പറയും ഇവൻ്റെ കല്യാണത്തിനായിട്ടോ സാലഡിന് വേണ്ടി അടി നടന്നേന്ന് പറയും. സാലഡ് കല്യാണമെന്നായി മാറും. പിന്നെ ഇത് പേരായി മാറുമെന്നേ. അത് ശരിയാണ്. ഇവർ ഭയങ്കര പ്രകോപിതരായിട്ട് ആളുകളെ പിടിച്ച് അടിക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇരിക്കുന്നത്. ഹോൺ അടിച്ചതിന് അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ഹോൺ അടിച്ചു എന്നുള്ള വിഷയത്തിന് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പുറകിൽ വന്ന വണ്ടി ഹോൺ അടിച്ചു, മുമ്പിലുള്ളവൻ മാറിയില്ല. മുമ്പിലുള്ളവൻ്റെ വണ്ടിയുടെ ബാക്കിൽ അവൻ്റെ നമ്പർ എഴുതി വെച്ചിരുന്നു. പുറകിലുള്ളവൻ ആ നമ്പർ നോക്കി ഫോണിൽ വിളിച്ച് അവനെ തെറി പറഞ്ഞു. ഈ നമ്പർ നോക്കിയിട്ട് മുമ്പിൽ പോയവനെ വിളിച്ച് തെറി പറഞ്ഞു. അപ്പം മറ്റവൻ ചവിട്ടി തീർച്ചു. ഞാൻ പുറകിൽ ഇരുന്നവനാടാന്ന് പറഞ്ഞ അവനെ തെറി പറഞ്ഞു. നീ ആരുടെ മറ്റവൻ വണ്ടി ഓടിച്ചുകൊണ്ട് അത് ബ്ലൂടൂത്തിലല്ലേ. ബ്ലൂടൂത്തിൽ അവൻ കുടുംബമായിട്ട് കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഈ ബ്ലൂടൂത്ത് ഓണാക്കി. അപ്പോൾ പുറകിൽ നിന്ന് അവൻ പൂരത്തെറി. അപ്പം ഇവന് കാര്യം എന്താണെന്നറിയില്ല. നീ ആരാന്ന് വെച്ചപ്പോൾ ഞാൻ നിന്റെ പുറകെ വന്നു മാറ്റണാ വണ്ടി ഇത്. ഉടനെ ഇവൻ ചവിട്ടി ഇറങ്ങി, മറ്റവനും ഇറങ്ങി അംഗം കുറിച്ചു നാട് റോഡിൻ്റെ. അവിടെ ഉണ്ടായ സംഭവമാണ് ഇതൊക്കെ. അതൊരു രസകരമായ സംഭവം. അത് ഇതൊക്കെ പഴയ സംഭവങ്ങളാണ്, ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവരെന്നെ കുന്തിരിക്കം വെച്ച് കത്തിക്കും. ആശ്രമത്താണെങ്കിൽ കുന്തിരിക്കാൻ നിൽപ്പുണ്ട്. ആശ്രമ മൈതാനത്ത് ആ കോഫി ഷോപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഒത്ത നടുവിൽ ഒരു കുന്തിരിക്കം നിൽപ്പുണ്ട്. അത് എടുത്തോണ്ട് ഒരു ഉമാര് കുന്തിരിക്കം കട്ടിയതുകൊണ്ട് വന്ന് എന്നെ വെച്ച് കത്തിച്ചോളയും. എല്ലാ കഥയോടെ ഞാൻ പറയാത്തതാ. അവിടെ ചെന്ന് അധികം ഇറങ്ങണ്ട. അങ്ങനെയുള്ള പരിപാടികളാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ആശ്രമം ഏരിയ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് ചന്ദനം നിൽപ്പുണ്ട്. എമ്മൊരു ചന്ദനം വെട്ടി അഷ്ടമുടിയിലിട്ട് കൊടുക്കും. അഷ്ടമുടിയിലേ ചന്ദനം മുറിച്ചിട്ട് കായലിലിട്ട് കൊടുക്കും. മേല് കെട്ടി നിർത്തും. അതിൻ്റെ മേലുണ്ടല്ലോ, മേൽഭാഗം കെട്ടി നിർത്തും. ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ചന്ദനം നിൽപ്പുണ്ട്. അത് കാട്ടിക്കൂടെ ഇറങ്ങിപ്പോയി ഇവർ പരിശോധിക്കാൻ നിൽക്കുന്നില്ലല്ലോ. സർക്കാർ ഭൂമിയിലാണ് നിൽക്കുന്നത്. അല്ല, ഇപ്പോൾ അവിടെ എല്ലാം അത് കെട്ടി തിരിച്ചു. ഞാൻ നേരത്തെയുള്ള കഥ നേരത്തെ ആർക്ക് വേണമെങ്കിലും കയറി പോകാമായിരുന്നു. അപ്പോൾ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മേലുഭാഗം കെട്ടി അങ്ങ് നിർത്തും. എന്നിട്ട് മൂട് അറുത്തോണ്ട് വെക്കളയും. ഈ സർക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മേളിൽ കൂടെ നോക്കുന്നത് ചന്ദനോടെ ഇത് ഉണങ്ങി തുടങ്ങിയപ്പോൾ ഇവർക്ക് സംശയം, എന്താ ചന്ദനം ഉണങ്ങി തുടങ്ങിയല്ലോ. ആഴ്ച ചെന്നപ്പോൾ ചന്ദനമില്ല, മേല് മാത്രമേ ഉള്ളൂ. അതവർ കെട്ടി നിർത്തി.
എന്നിട്ട് അവന്മാർ മൂടർത്തുകൊണ്ട് വെക്കണം. കൊണ്ടുപോയി. അതാ ഞാൻ എല്ലാ കഥകളോടെ ഇരുന്ന് പറയുന്നില്ല കൂടുതൽ. ഏതായാലും ഇതിന് ശേഷം ഇവർ രണ്ട് കൂട്ടരും ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. രണ്ടു കൂട്ടരും എത്തി. ആദ്യം ഈ കാറ്ററിങ്ങിൻ്റെ പിള്ളേരാണ് എത്തിയത്. കാറ്ററിങ്ങിൻ്റെ പിള്ളേരെത്തിയപ്പോൾ കാറ്ററിങ്ങിൻ്റെ പിള്ളേരെ ആദ്യം പരാതിയുമായി അവിടെ ചെല്ലുന്നത്. അവിടെ SHO R രാജീവ്, അദ്ദേഹം ഒരുപാട് സ്റ്റേഷനുകളിൽ ഇരുന്നിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് മുമ്പിൽ പരാതിയുമായി എത്തി. അദ്ദേഹത്തിന് മുമ്പിൽ പരാതിയുമായി എത്തിയപ്പോൾ പരാതി കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റേ സംഘവും എത്തി, പാചകക്കാരും എത്തി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ട് കൂട്ടരും നാളെ രാവിലെ, അതായത് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു വിട്ട ഈ രണ്ട് കൂട്ടരും പോയി കൂട്ടിക്കടയിലെ ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ പോയി ചികിത്സ തേടി. ഈ കാറ്ററിംഗുകാരിൽ 4 പേർക്ക് പരിക്കുണ്ട്. മറ്റവരിൽ എത്ര പേർക്ക് പരിക്കുണ്ടെന്നുള്ളൊരു കൃത്യതയില്ല. അവർക്കായിരിക്കും കിട്ടിയത് കൂടുതൽ. ഈ കാറ്ററിംഗ് എന്ന് പറയുന്നതെല്ലാം പിള്ളേർ സെറ്റാണ്. ഈ പഠനത്തിൻ്റെ ഇടയിൽ ചില്ലറ കാശ് ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള അത് നല്ല കാര്യമാണ്. വേറെ ഒന്നിനും പോകുന്നില്ല. വേറെ ഒന്നും കഞ്ചാവ് കച്ചവടം MDMA കച്ചവടം നടത്തുന്നില്ല. നല്ല കാര്യമല്ല ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ തൊഴിലാണ് അത്, മോശം പ്രവൃത്തിയൊന്നും അല്ലല്ല. അപ്പോൾ അതിനവർ ചെയ്യുന്നു. അത് ചെയ്തിട്ട് ഇവർ പിന്നെ പിള്ളേരായതുകൊണ്ട് മിക്കവാറും മറ്റവർക്കാരെയും കിട്ടിയത് കാര്യമായിട്ട്. ഇവന്മാർ കൈ കിട്ടുന്ന എല്ലാം വരി എറിഞ്ഞളയും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പാചകക്കാരുടെ കയ്യിലല്ലേ കൂടുതൽ സാധനങ്ങൾ, ഈ ആയുധങ്ങൾ കൂടുതലും ആയുധങ്ങൾ അവരുടെ കയ്യിലായിരിക്കും. പക്ഷേ എറിയിൽ ഇവന്മാരാണ് വിദഗ്ധന്മാർ. ഇവന്മാർ കൈ കിട്ടി എല്ലാം വാരി എറിഞ്ഞളയും. നമ്മുടെ അറിവിൽ അവിടെ ബിരിയാണി വരെ മറ്റവന്മാരുടെ കണ്ണിൽ വീണിട്ട്. അവര് മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഇളക്കുന്ന സാധനമൊക്കെ വെച്ച് അടി കൊടുത്തു. എന്തായാലും നല്ല സംഘർഷം അവിടെ നടന്നു. പിടിച്ചു മാറ്റാൻ വേണ്ടി പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂട്ടർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര നാണക്കേടുണ്ടാക്കും. നാണക്കേടെന്ന് വെച്ചാൽ അത് കാര്യമല്ലെങ്കിൽ കാര്യമല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും നാട്ടുകാർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട് മാറും. അതെക്കാലം അത് നിലനിൽക്കുകയും ചെയ്യും. എല്ലാ കാലത്തും ഈ കല്യാണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്ക് ഇതായിരിക്കും. അതെ, ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അവിടെ പ്രധാനമായും നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണഗതിയിൽ കല്യാണത്തിന് അടിയുണ്ടാക്കുന്ന ഈ രണ്ട് കൂട്ടർ തമ്മിൽ, പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂട്ടുകാർ തമ്മിൽ കല്യാണ ശേഷം ഒരു ചടങ്ങ് പോലെ കല്യാണത്തിൽ അത് ഏതെങ്കിലും ഒരു 1-2 ആളുകൾ അതിനുവേണ്ടി തയ്യാറായിട്ട് മുമ്പേ തന്നെ വന്നു അനുഗ്രഹം നൽകാൻ എന്നൊക്കെ പറയുന്ന ചടങ്ങുണ്ടല്ലോ, വധൂവരന്മാരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് പോലെ ഇവരുടെ ഒരു അതിൽ ഒരു പ്രധാന വിഭവമായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ സ്ഥിരം പരിപാടിയാണ്. ഒരുപാട് അടി നടന്നിട്ടുണ്ട്, ഒരുപാട് ഓഡിറ്റോറിയങ്ങളിൽ തല്ല് നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് സംഘർഷം നടന്നിട്ടുണ്ട്, കാറ്റൂരിയൊക്കെ വിട്ടിട്ടുണ്ട് ടയറിൻ്റെ. ഈ കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ, അതായത് സ്വന്തം അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട് പിണങ്ങി അടിച്ച് ഫിറ്റായി വന്ന് അവിടെ വെള്ളം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി പുള്ളി പിണങ്ങി കഴിഞ്ഞ് പോരുന്നു. പിണങ്ങി പോയല്ല, പുള്ളി എടുത്തിട്ട് ഇടിച്ചു, ആ ഇടിയും കൊണ്ട് പുള്ളി വീട്ടിൽ വന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് കൊല്ലത്താ, കുണ്ട്രയിലാണോ? അങ്ങനെയും പറയാം. എനിക്ക് അവിടെ ചെന്ന് ഇറങ്ങണം, എനിക്ക് അവിടെ താമസിക്കണമല്ലോ. എന്ത് പറഞ്ഞാലും കുണ്ട്രയിൽ ചെന്ന് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിപാടി. ഏതായാലും ഇതിനകത്ത് കേസെടുക്കും. കൂട്ടത്തല്ലാണ് നടത്തിയിരിക്കുന്നത്. സംഘർഷാവസ്ഥ, ആക്രമണം, സംഘം ചേർന്ന് മർദ്ദിക്കുക തുടങ്ങിയ പരാതി നിലനിൽക്കുന്നെങ്കിൽ പരാതി പിൻവലിച്ചു കഴിഞ്ഞാൽ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കേസെടുക്കേണ്ടി വരും. രണ്ട് കൂട്ടർക്കുമെതിരെ കേസെടുക്കേണ്ടി വരും. ഇവരിപ്പോൾ ആദ്യത്തെ പരാതിക്കാർ, രണ്ടാമത്തെ പരാതിക്കാർ, രണ്ടുപേർക്കൊടുത്തും പോലീസ് ചോദിക്കാൻ പോകുന്നത് FIR ഇടട്ടോ എന്നുള്ള കാര്യമാണ്. പോലീസ് പരമാവധി ഇതിൽ FIR ഒഴിവാക്കാൻ നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരുണ്ടല്ലോ, ഇവർക്ക് ഈ പറയുന്ന പോലെ FIR വീണ് കഴിഞ്ഞാൽ പിന്നെ PCC കിട്ടത്തില്ല. പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല. പിന്നെ ഈ കേസ് തീരുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണം, ഇത് പേപ്പർ എഴുതി കഴിഞ്ഞാൽ, പോലീസിൻ്റെ സിസ്റ്റത്തിൽ പേപ്പർ കയറി കഴിഞ്ഞാൽ, ഡീറ്റെയിൽസ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക നടക്കത്തില്ല. സാധനം സിസ്റ്റത്തിൽ കയറിയോ പിന്നെ നടപടി കോടതിയിൽ നിന്നേ പറ്റും. കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ പറ്റത്തുള്ളൂ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെയൊക്കെ എഴുത്തുകുത്ത് വരെയൊക്കെ ആയിരുന്നെങ്കിൽ കീറികളായിരുന്നു. ഇപ്പോൾ ഒന്നും പറ്റില്ല. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസിൻ്റെ സിസ്റ്റത്തിൽ കയറുക. സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നടക്കത്തില്ല. ഒത്തുതീർപ്പൊന്നും നടക്കത്തില്ല. പിന്നെ അത് കോടതിയിലുള്ള സെറ്റിൽമെൻറ്റേ നടക്കത്തുള്ളൂ. കോടതിയിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുതീർപ്പാകുന്നു എന്നുള്ള കോടതിയെ അറിയിച്ചുകൊണ്ട് സംഭവം കോടതിയെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ള പരിപാടി പിന്നെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും, അതിനൊക്കെ വർഷങ്ങൾ എടുക്കും. അത് വിളിക്കണം കോടതി, ആദ്യം വിളിക്കണമെങ്കിൽ 1 വർഷം എടുക്കും, അല്ലാണ്ട് നടക്കില്ല. അത് വർഷങ്ങളോളം നീണ്ടുപോകും. അതിനിടയിൽ പലർക്കും ജോലി കാര്യങ്ങൾ, വിദേശത്തേക്കുള്ള യാത്ര, പാസ്പോർട്ട് വെരിഫിക്കേഷൻ, അതല്ലെങ്കിൽ സർക്കാർ ഗവൺമെൻറ്റിൽ ജോലിയിലേക്ക് പോകേണ്ട
അവസ്ഥ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ വലിയ സംഘർഷത്തിൽ പെട്ടുപോയി കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. അവന് സൈന്യത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു, പോകാൻ പറ്റിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കിടക്കുന്നു. പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, PCC കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോൾഫിനൊപ്പം ഏതാ നീണ്ടകര പാലത്തിനടിയിലെ ഡോൾഫിനൊപ്പം ഞാൻ നീന്തേണ്ടി വരും. ശരി.